സംസ്ഥാനത്ത് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുള്ളത് 985 സ്ഥാനാർത്ഥികളാണ്. 2125 നാമനിർദ്ദേശ പത്രികകളാണ് ആകെ ലഭിച്ചത്. 1757 പത്രികകൾ സ്വീകരിച്ചു. 357 പത്രികകൾ തള്ളുകയും 11 പിൻവലിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കൊടുവള്ളിയിലും കുറവ് സ്ഥാനാർത്ഥികൾ നാട്ടികയിലും മാനന്തവാടിയിലുമാണ്. ഹാൻസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹാൻസ്, ഈ പൂർണ്ണ ചിത്രം തെളിയണമെങ്കിൽ നമ്മളിനി നാളെ വരെ കാത്തിരിക്കണം. പക്ഷേ ഏതാണ്ടൊരു ചിത്രം തെളിഞ്ഞു അല്ലേ? തീർച്ചയായും സേതു, ഈ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരെന്ന് എന്നുള്ള കാര്യത്തിൽ പൂർണ്ണ ചിത്രം നാളെയായിരിക്കും തെളിയുക. കാരണം നാളെയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി. അതിനുശേഷമായിരിക്കും ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക. പക്ഷേ അപ്പോൾ പോലും ഏകദേശ രൂപം ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച അഥവാ 23-ാം തീയതിയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അതിൻ പ്രകാരം അന്ന് 1254 സ്ഥാനാർത്ഥികളാണ് അന്നേ ദിവസം വരെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ആകെ മൊത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചത് 2125 നാമനിർദ്ദേശ പത്രികകളായിരുന്നു. ഇവയുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ എല്ലാ നാമനിർദ്ദേശ പത്രികകളുടെയും സൂക്ഷ്മ പരിശോധന ഇന്ന് വൈകിട്ടോടുകൂടി പൂർത്തിയാക്കുകയും ഇപ്പോൾ അല്പസമയം മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്ക് പുറത്തുവിടുകയും ചെയ്തു. ഇതിന് പ്രകാരം ഈ 1254 സ്ഥാനാർത്ഥികളിൽ 269 പേരുടെ നാമനിർദ്ദേശ പത്രികകളാണ് തള്ളിയിരിക്കുന്നത്. 985 പേർക്ക് മത്സരിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ സേതു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1757 പത്രികകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. 357 പത്രികകൾ തള്ളുകയും 11 പിൻവലിക്കുകയും ചെയ്തു. 2021 തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ അന്ന് 957 സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നത് അല്ലെങ്കിൽ മത്സരിച്ചിരുന്നത്. അതിനേക്കാളും ഒരു 20-ലധികം സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ 30-നടുത്ത് സ്ഥാനാർത്ഥികൾ ഇത്തവണ കൂടിയിട്ടുണ്ട്. എന്തായാലും ഇവരിൽ ആരെങ്കിലും നാളെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത് നാളെ വൈകിട്ടോട് കൂടിയായിരിക്കും ആരെങ്കിലും ഇനി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കുക. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മണ്ഡലത്തിലാണ്. അവിടെ 17 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് നാട്ടികയിലും മാനന്തവാടിയിലുമാണ്. 3 പേരാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. സേതു.